ഹേ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗ് സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. നിങ്ങൾ ഓൾറെഡി തമിഴിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മാഷാഅല്ലാ, പെൺകുട്ടിയാണ് കേട്ടോ. ഓൾറെഡി ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടേനു കേട്ടോ അന്ന് തന്നെ. പിന്നെ വേറൊരു സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 12ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് നമുക്ക് പുതിയൊരു പെൺകുട്ടി ജനിച്ചിട്ടുള്ളത്. അതിൻ്റെ വേറൊരു ഹാപ്പിനെസ് വേറെ ഉണ്ട്. പിന്നെ ഇഷമോള് ജനിച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ ബർത്ത്ഡേക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് എന്താ പറയുക, നല്ല നല്ല മൊമെൻറ്റ്സ് എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആരെങ്കിലും നമ്മളെ വ്ളോഗ് ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് കമൻറ്റ് ഇതെല്ലാം ചെയ്യുക. എപ്പോഴെങ്കിലും വ്ളോഗിൽ അപ്ലോഡ് ആക്കുന്നുണ്ടെങ്കിൽ കാണാമല്ലോ. ഇന്നത്തെ ഒരു വ്ളോഗ് ഒരു 3 ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇത്. നമ്മൾ അനിയത്തിൻ്റെ വീട്ടിൻ്റെ കട്ടില വെപ്പാന്ന് കേട്ടോ ഇന്ന് പെട്ടെന്ന് തീരുമാനിച്ചതേനു. അതായത് ഡെലിവറി എല്ലാം കഴിഞ്ഞ് കടന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ആവുമല്ലോ ഇത് ഉണ്ടാക്കാൻ പണിയെല്ലാം. അതായത് ഞാൻ കിടപ്പിലായിരിക്കുമല്ലോ ഉണ്ടാവുക, കിടപ്പിലല്ല മീൻസ് ക്വാറൻറ്റൈൻ പോലെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ അതിന് മുന്നേ ഉമ്മാക്ക് പെട്ടെന്ന് തോന്നിയതാണ് കട്ടില വെപ്പ് വേഗമാക്കണമെന്നുള്ളത്. അപ്പോൾ ഇന്നെന്തായാലും കട്ടില വെപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഡ്യൂട്ടി എന്ന് പറയുകയാണെങ്കിൽ വെള്ളയപ്പം ചുടലാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ എൻ്റെ വെള്ളയപ്പം ചുടലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എനിക്കതാ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്, ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ വീഡിയോസ് എടുത്തിട്ടില്ല. അങ്ങനെ കുറച്ച് ക്ലിപ്പിങ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത് കുറേ ആയി കേട്ടോ, ഏകദേശം ഒരു മാസത്തോളമായി വീഡിയോസെല്ലാം എടുത്ത് വെച്ചിട്ട്. എഡിറ്റ് ചെയ്യാനുള്ള ഒരു മൂഡും മാനസികാവസ്ഥയും ഒന്നും എനിക്കില്ലേനു. ഇപ്പം തന്നെ ബേബിനെ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ വ്ളോഗിനൊന്നും കൂടുതലൊരു ഇത് കൊടുക്കലില്ല. നമ്മളെ കാര്യങ്ങൾക്ക്, അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നില്ലേ, നമുക്ക് ഇഷ്ടമില്ലാണ്ടൊരു വ്ളോഗ് അപ്ലോഡ് ആക്കുക, എഡിറ്റ് ചെയ്യുക, ഇതിനൊന്നും ഞാൻ മെനക്കെടില്ല. എനിക്ക് എപ്പോഴാണോ തോന്നുന്നത് അന്നേരമാണ് ഞാൻ അപ്ലോഡ് ആക്കൽ. എൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കട്ടില വെക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടേനും. പിന്നെ കുറച്ച് വീഡിയോസ് ഞാൻ ബ്ലറാക്കി വെച്ചിട്ടുണ്ട്, കാരണം വീഡിയോസിൽ ഉൾപ്പെടാൻ താല്പര്യമില്ലാത്ത കുറേ ആൾക്കാരുണ്ടേനും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്ലറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലാന്ന് കേട്ടോ, എല്ലാവരും കൂടി ഫുഡ് കഴിക്കലാന്ന്. ഫുഡ് ഇതാ നമ്മളെ പൊറോട്ട ഉണ്ട്, നെയ്പ്പത്തിലുണ്ട്, വെള്ളയപ്പുണ്ട്, നെയ്ച്ചോറുണ്ട്, ബീഫ് കറി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ കട്ടില വെപ്പിന് രാവിലെ കടി ഉണ്ടാവുമല്ലോ, ചിക്കൻ റോളും പിന്നെ അന്നേനും അപ്പം അതിൻ്റെ പേര് കരച്ചുട്ടെ, ഇതാണ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളെ ഫുഡടി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. കട്ടില വെപ്പ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ അന്ന് ഉച്ചയ്ക്ക് എനിക്ക് കുറേ പണിയുണ്ടേനു. നമ്മളെ ഡെലിവറിക്ക് മുന്നേ ഞാൻ ഓർഡേഴ്സ് എടുത്ത് നിക്കാബ് മൊത്തത്തിൽ പാക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടേനു. മൊത്തത്തിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്, പക്ഷെ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും, പിന്നെ ഇൻസ്റ്റയിലും സ്റ്റോറി അയച്ചിടും. കുറേ മെസ്സേജ് ഉണ്ട്. ഞാൻ ബിസിനസ് വാട്സപ്പ് ഓപ്പൺ ആക്കലേ ഇല്ല, കുറേ മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എനിക്കൊരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും ഓപ്പൺ ആക്കും. അപ്പോൾ ആ ടൈം റിപ്ലൈ തരും കേട്ടോ, ആരും ഒന്നും വിചാരിക്കരുത്. അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ പാക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. എനിക്കൊരു ഭയങ്കര ബേജാറായിരുന്നു, കാരണം എനിക്ക് ആറ്റം ഡെലിവറി എന്താ പറയുക പെയിന് വരുമോ എന്നുള്ള ഇത്. കാരണം മറ്റന്നാളാണ് എൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്, 17 കേട്ടോ എൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞാൽ എനിക്ക് 18 ആക്കി തരാൻ പറ്റുമെങ്കിൽ നല്ലതേനു. കാരണം 18 വൈകുന്നേരം അഡ്മിറ്റായിട്ട് 19 പ്രസവിക്കാനുള്ളൊരു പ്ലാനേനു എൻ്റെത്. എനിക്കാണെങ്കിൽ അങ്ങനെ വേദന വന്നിട്ട് പോക്കില്ല. ഞാൻ 2 ഡെലിവറിക്കും പറഞ്ഞ ഡേറ്റിനാണ് കേട്ടോ ഡെലിവറി ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് 18 രാത്രിക്ക് വന്നാൽ പോരെ, 19 എൻ്റെ ഒരു ഇത് വരുന്നത്, വെഡിങ് ആനിവേഴ്സറി അന്നാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ഒരു ആഗ്രഹമല്ലേ, എന്നാൽ പിന്നെ അന്ന് തന്നെ ആക്കിക്കളയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ 17 ഡേറ്റ് ഞാൻ 18 രാത്രി ആക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ 19 രാവിലെ എനിക്കുള്ള പെയിൻ്റെ മരുന്ന് 19 കേട്ടോ പ്രസവിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ പ്രസവിക്കാൻ പോകുന്നതിൻ്റെ തലേന്ന് 17 എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്.
അപ്പം അതിന് എൻ്റെ ഡേറ്റ് പറഞ്ഞ അന്നാണ് കേട്ടോ ഇന്ന് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഷെയാൻ്റെ സ്കൂളും ലീവാക്കിയിട്ട് നമ്മൾ കണ്ണൂരേക്ക് പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്ത് തീർക്കാൻ വിചാരിച്ചു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 40 ദിവസം ഇനി പുറത്തിറങ്ങാൻ വിടാത്തൊരു പീഡനമായിരിക്കുമല്ലോ. പുറത്ത് നിന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് പോലെ ഇറങ്ങാൻ വിടൂലല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ കൂടുതൽ ഇതൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ആരും അറിയുന്നു അങ്ങനെ കേൾക്കലൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ടുണ്ട്. ഉമ്മ എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടോ കണ്ണൂരേക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് 2 വേദന വരുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഇതിന് വേദന വന്നിനെങ്കിലോ അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നു. പക്ഷെ ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി, എൻ്റെ ഒരു സന്തോഷം അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം നട്ടുച്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ബീച്ചിൽ വന്നിട്ടുണ്ട്. നട്ടുച്ചാന്ന് പറയാൻ പറ്റില്ല, ചോറും തിന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ചോറ് തിന്നാൻ പോയതെല്ലാം കോമഡിയേനു. അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതേനു കേട്ടോ. നല്ല അടിപൊളി ചോറേനു. പക്ഷെ അവിടുത്തെ എന്താ പറയുക ഇതുണ്ടാവില്ലേ, കസ്റ്റമർ സർവീസ് അങ്ങനെ എന്തോ പറയൂലേ, അതായത് അവിടുത്തെ നമുക്ക് വിളമ്പിത്തരുന്ന ആൾക്കാരുടെ പെരുമാറ്റം അതെൻ്റെ മാപ്പിളയ്ക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മൂടേ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോട് ചൂടാകുന്ന വക്കിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വേഗം ചോറ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നേരെ നമ്മൾ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മാത്രം ആണോ എന്നൊക്കെ അറിയില്ല, വെള്ളത്തിലും ഇറങ്ങാൻ വിടൂല, പുയയിലും ഇറങ്ങാൻ വിടൂല. പിന്നെന്തിനാ ബീച്ചിൽ വരുന്നത് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അതന്നെ എനിക്കും ചോദിക്കാനുള്ളത്. അതങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എനക്കും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം മണ്ണാവും, വെള്ളമായി കഴിഞ്ഞാൽ ചളിയാവും, പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ പിന്നെ ഒരു വൃത്തി ഉണ്ടാവില്ല. ബീച്ചിലെല്ലാം വരുന്നുണ്ടെങ്കിൽ ഇവരെ കോൺസെപ്റ്റിൽ വൃത്തിയില്ലാത്തൊരു വണ്ടിയും വൃത്തിയില്ലാത്ത ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇവിടത്തേക്കായിട്ട് വരണം പോലും. അങ്ങനെ പോലും ബീച്ചിൽ പോവാം. നല്ല വൃത്തിയിലൊന്നും ബീച്ചിൽ വരാറ് പോലും. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനും അതിനോട് അങ്ങനെ യോജിച്ച് പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി അടുത്തേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ മറ്റേ പയ്യാമ്പലമല്ല, പോലീസ് മൈതാനിയിൽ മറ്റേ ഇതുണ്ടായിരുന്നു ഓണം ഫെയർ. ഓണം എല്ലാം കഴിഞ്ഞിട്ട് ഫെയറെല്ലാം കഴിഞ്ഞിട്ട് കുറേ ആയിട്ടോ ഇപ്പം ഞാൻ വ്ളോഗ് അപ്ലോഡ് ആക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ മുനീശ്വരം കോവിലില്ലേ, അതിലേക്ക് കൂടി വരുമ്പോൾ എപ്പോഴും നമ്മൾ മുല്ലപ്പൂ വാങ്ങിയിട്ടാണ് കേട്ടോ വരിക. അങ്ങനെ മുല്ലപ്പൂവും റോസും അതെല്ലാം വാങ്ങി നമ്മളിതാ ഫെയറിന് എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരാൾക്കാരുമില്ല, നല്ല സമാധാനം. കാരണം ഓണമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഒരുവിധ ആൾക്കാരെല്ലാം വന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമാധാനത്തിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. നാളെ കഴിഞ്ഞാൽ നമ്മൾ 5 ആൾക്കാരാവാൻ വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ 4 ആൾക്കാരായിട്ട് മാത്രം അങ്ങനെ പോവാലോ. ഇനിയിപ്പം 5 ആൾക്കാരായിട്ട് തന്നെ പോകണമല്ലോ. അപ്പോൾ അതൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാലോ എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് കാലത്തേക്ക് പിന്നെ എൻ്റെ കൈ ഫ്രീ ആയിട്ടുണ്ടാവില്ലല്ലോ, കുട്ടിനെയും തട്ടിയിട്ടല്ലേ നടക്കേണ്ടി വരിക. അപ്പം അങ്ങനെ നമ്മളിതാ ഇങ്ങനെ ആസ്വദിച്ച് കാണലാണ്. ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സമാധാനത്തിൽ അങ്ങനെ തിരക്കൊന്നും കൂട്ടാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ കൂടുതൽ നടക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പടിപ്പിറക്കിയേക്ക് തിരിച്ചു പോയി കളിയും. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇന്നും കൂടിയല്ലേ, സാരമില്ല എന്നിട്ട് അങ്ങനെ നടക്കലാന്ന് കേട്ടോ. ഉമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ പോയിന് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ അതൊന്നും കുഴപ്പമില്ല, സാരമില്ല, കണ്ണൂരല്ലേ, വേഗം വരാൻ പറ്റും അങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതാ എന്തെങ്കിലും ആയിനെങ്കിൽ ഞാൻ എന്തായാലും പറയാം. കാരണം ഞാൻ ആരെ വാക്കും കേൾക്കാണ്ട് എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. കണ്ണൂരിൽ നിന്ന് മട്ടന്നൂരേക്ക് എന്തായാലും ഡെലിവറിക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. അഥവാ പെയിന് വന്നിനെങ്കിൽ പിന്നെ ഏതെങ്കിലും കണ്ണൂരാറ്റം പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ആ വാട്ടർഫോളും ഇതെല്ലാം കണ്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആരും ഇല്ലാണ്ടില്ല, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ഒരു 4-4:15 ആ ഒരു ടൈമാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. പിന്നെ എല്ലാവരും ഒരു 6 മണി ആ ഒരു ടൈമല്ലേ പുറത്തിറങ്ങാം. അപ്പോൾ അങ്ങനെ ഇനി പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ വെറുതെ ഇരുന്ന് വൈബാക്കുക, അനങ്ങാണ്ടിരിക്കുക, എന്തെങ്കിലും ഫുഡെല്ലാം വാങ്ങി കഴിക്കുക, ഇതൊക്കെ തന്നെ മെയിനായിട്ടുള്ള നമ്മളെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ.
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സെക്ഷനാണ് കേട്ടോ ഇത്. കണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ പെറുക്കിയിട്ട് നോക്കല്, എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങാൻ നല്ല രസമല്ലേ. പിന്നെ ഈശയ്ക്ക് നല്ല നല്ല ഹെയർ ബാൻഡ് ഇടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ പഴയകാല മുട്ടായികൾ, പുളിയച്ചാറ്, പുൽപ്പൊടി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഈശൻ്റെ തലയിൽ കണ്ട ഹെയർ ബാൻഡ് നല്ല രസമില്ലേ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ സ്റ്റോളെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഐസ്ക്രീമും വാങ്ങിയിട്ട് ഇവിടെ ഇരുന്ന് തിന്നലാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൈഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ പാനിപൂരി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടേരം ആ ഒരു പൂതി അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു, ആ ഒരു കൊതി അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദാ ഇവർ രണ്ടാളും ചൊറാന്ന് പറഞ്ഞാൽ റബ്ബേ നിൽക്കാനും ഇരിക്കാനും വിടുന്നില്ല, ഓരോന്നിലും കയറണമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു മതി കയറിട്ട് വെറുതെ എന്താ പറയുക അടി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും പിന്നെ അനങ്ങാണ്ട് ഇതാ ഒരു കസാല വെച്ച് ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇശക്കാണെങ്കിൽ എല്ലാടിയും കയറണം. പിന്നെ അവൾ കാല് പിടിച്ചിട്ട് കയറ്റുമോ എന്നുള്ള ആ ഒരു രീതിയിൽ ജനോട് ഇങ്ങനെ വരാന്താക്കുന്നുണ്ടേനു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവരെയും വെയിറ്റ് ചെയ്തിട്ട് നിൽക്കലാണ്. പിന്നെ ഷയാന് മറ്റേ റൈഡിൽ കയറിയിട്ടുണ്ട്, ആ ട്രെയിന് പോലത്തെ സംഭവത്തിൽ. ഞാൻ പിന്നെ ഇതിൽ നോക്കുക ചെയ്യും, കാണൂല, കയറൂല, ഇങ്ങനെ നോക്കി കാണൽ മാത്രമേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നെസ്റ്റോല് വന്നിട്ടുണ്ട് കേട്ടോ. നെസ്റ്റോല് വന്നിട്ട് ഇവർക്ക് തന്നെ കളിസ്ഥലത്ത് കയറണമെന്ന്. സമയം ഇപ്പം ഇതാ 8:45. പിന്നെ ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നെസ്റ്റോന്ന് നമ്മൾ ചിക്കിങ് അല്ല KFC എല്ലാം തിന്ന് കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു. ന്യൂ ബോൺ ഐറ്റംസ്, പമ്പേഴ്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ പിറ്റേന്ന് ഉച്ചക്കാണ് കേട്ടോ. ഇന്ന് നല്ല നെയ്ച്ചോറും ആഗോലിക്കറിയും ആഗോലി ഫ്രൈയും ഇതല്ലേനു കേട്ടോ നമ്മളെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ. ഇന്ന് രാത്രിക്കാണ് നമ്മൾ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ തുടക്കൽ, ക്ലീനിങ്, അലക്കൽ ഇതെല്ലാം മൊത്തത്തിൽ ഡീപ്പ് ക്ലീൻ ആക്കിയിട്ടുണ്ട് വീട് മൊത്തത്തിൽ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചൊന്ന് കിടന്നുറങ്ങി എണീച്ചിട്ട് ഒരു മഗ്‌രിബ് ആ ഒരു ടൈം, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മളിതാ ഒരു 7:15 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബാഗെല്ലാം ഞാൻ 7ാം മാസത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓൺലൈനിലായിട്ട് പിന്നെ ഒരു സാധനവും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ ഇൻസ്റ്റയിലെല്ലാം കാണുന്നില്ലേ ഇങ്ങനെ കൊടുക്കുന്നത്, എന്നോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേണ്ടാന്ന് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എനിക്കങ്ങനെ ഫ്രീ ആയിട്ട് ഒരാൾ തരുന്ന സാധനം വാങ്ങിക്കാൻ എന്തോ ലോക മടിയാണ് കേട്ടോ. അങ്ങനെ ഓരോരാൾ ഓരോ ടൈപ്പ് ആയിരിക്കുമല്ലോ. പിന്നെ കൊളാബ് ചെയ്യാൻ അങ്ങനെയെല്ലാം എനിക്കെന്തോ മടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഞാനൊരു സാധനം ഓൺലൈൻ ഐറ്റംസ് ആയിട്ട് ബേബിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിയിട്ടില്ല, എല്ലാം നേരിട്ട് കണ്ടിട്ട് അങ്ങനെ വാങ്ങിക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഐറ്റംസ് എല്ലാം ചെറിയ സൗദിയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാമെന്ന് ചെയ്തിട്ടുള്ളത്, ഡ്രസ്സ് ഐറ്റംസ്, അങ്ങനത്തെ ന്യൂ ബോൺ ഐറ്റംസ് കേട്ടോ. അങ്ങനെ നമ്മൾ പണ്ട് എങ്ങനെയാണോ ഹോസ്പിറ്റലിൽ പോകുന്നത് അതേപോലെ തന്നെ ഇപ്പം കുറേ തൊട്ടിൽ അത് ഇത് നമ്മൾ വീഡിയോസിൽ കാണില്ലേ, അതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ വീടെല്ലാം പൂട്ടി ബൈ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ വീടിനോട് കുറച്ച് കാലത്തേക്ക് ബൈ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഞാൻ പ്രസവിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ഇങ്ങനെ മറ്റേ എന്താ പറയുക പ്രസവരക്ഷ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാവില്ലേ, അവിടെ പോകാമെന്നേനു കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ മമ്മി സമ്മതിക്കുന്നില്ല, മമ്മി വരൂല പോലും. മമ്മി വരാണ്ട് പിന്നെ നമ്മളെങ്ങനെയാണ് പോവാം? മമ്മീൻ്റെ ഡാഡിയല്ല, മമ്മീൻ്റെ മാപ്പിളയും മോനും അവരെല്ലാം ഉള്ളതുകൊണ്ട് എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അവരെ കാര്യം ആരെ നോക്കും? അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു മതി എന്നാൽ പിന്നെ ഇവിടെ തന്നെ നിൽക്കാം, ഇവരെയൊന്നും കേൾക്കാൻ കഴിയില്ലല്ലോ വിചാരിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കലാണ് കേട്ടോ ഉമ്മാൻ്റെ വീട്ടിൽ. പിന്നെ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ പോകുന്നത് എവിടത്തേക്കാണ്? പാലോട്ടുള്ളിയിൽ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും വീട് പൂട്ടിയിട്ട് എല്ലാവരും നമ്മൾ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോക്കാന്ന് കേട്ടോ. ഫസ്നയും ഉപ്പയും അവരെല്ലാം തിരിച്ചു വരും, ഞാനും ജെറിയും ഉമ്മയും ഹോസ്പിറ്റലിലേക്കും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഗോൾഡ് ഐറ്റംസ് എല്ലാം കഴിച്ച് വെച്ചിട്ടുണ്ട്. റിങ് എനിക്ക് കഴിക്കാൻ എന്തോ ഭയങ്കര മടി. ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കഴിച്ച് വെക്കാന്ന്. പിന്നെ ആ ഒരു
ബ്ലാക്ക് ഇത് കണ്ടിട്ടില്ലേ ബ്രേസ്ലെറ്റ്, അത് ഗോൾഡ് അല്ല കേട്ടോ. കഴിഞ്ഞ ഏതെല്ലോ വ്ളോഗിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. പക്ഷെ അതും എന്നെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കൈക്ക് എന്തെങ്കിലും ബ്രേസ്ലെറ്റ് വളയോ ഒന്നും ഇല്ലാണ്ട് എനിക്ക് നിൽക്കുന്ന എന്തോ ഒരു പോലെ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ അതെടുത്തിട്ടുണ്ട്. അവിടെ എത്തിയവരും തന്നെ സിസ്റ്റർ അത് കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് റൂം നോക്കലാന്ന്. റൂമാണെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം ചെറിയ റൂമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ബാക്കി മൊത്തത്തിൽ ഫുൾ ആയിരുന്നു. അപ്പോൾ ഒരു ചെറിയ റൂം ആയിരുന്നു കേട്ടോ. ഇത് പുറത്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഫുഡെല്ലാം ഹോസ്പിറ്റലിലാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഉപ്പയും ഫസ്നിയും ഓളെ ഹസ്ബൻഡും എല്ലാവരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോക്കാണ്. നമ്മളിതാ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ബേബി വന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കാണാം. ഞാൻ കൊടുക്കുന്നില്ല, ഓർമ്മ എടുത്ത് മൂന്ന് അങ്ങനെ മാഷാ അല്ലാ സെപ്റ്റംബർ 19, അതായത് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 12 വർഷമായിട്ടുണ്ട്. അന്ന് നമുക്കൊരു പെൺകുട്ടി കൂടി ജനിച്ചിട്ടുണ്ട് കേട്ടോ മാഷാ അല്ലാ. അങ്ങനെ എന്താ പറയണ്ടേ, ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ആഗ്രഹിച്ചത് ഒരു പെൺകുട്ടീനെ തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ്. ആൺകുട്ടിയാന്ന് പറയുമ്പോൾ ആൺകുട്ടിയോ എന്നുള്ളൊരു ഇതേനു കേട്ടോ. ആൺകുട്ടീനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷെ പെൺകുട്ടീനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ്. അങ്ങനെ അന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ച രാവിലത്തെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ലേബർ റൂമിലേക്ക് കയറുന്നത്. കയറുമ്പോൾ ഞാൻ കൂളായിട്ടാണ് കേട്ടോ കയറിയിട്ടുള്ളത്. ഒരു പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് പെയിൻ്റെ മരുന്ന് തന്നാൽ, അതായത് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെയിന് വരത്തുള്ളൂ. അതങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ പ്രസവിക്കുന്നത് ഒരു 10:30-10:45 ആ ഒരു ടൈമിനാണ് കേട്ടോ. പിന്നെ ഞാൻ കയറിയിട്ട് ഒരു 9 മണിക്ക് വേറൊരു പെണ്ണ് കയറിയിട്ടുണ്ടായിരുന്നു. ഓള് കൂളായിട്ട് 10:30 പ്രസവിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓളത് 1ാമത്തെ ഡെലിവറി ആയിരുന്നു കേട്ടോ. എൻ്റെതാണെങ്കിൽ 3ാമത്തെ. എൻ്റെ സിസ്റ്റർ ഇങ്ങനെ പറയല, ഓള് 1ാമത്തെ ആയിട്ട് ഓളെ കഴിഞ്ഞ് നീ ഇങ്ങനെ കടന്നോ എന്നിട്ട് ഇങ്ങനെ പറയലേനു കേട്ടോ. പിന്നെ സിസ്റ്റർമാരെ കാര്യമൊന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അടിപൊളിയാണ് കേട്ടോ. വേറെ ഒരു ഹോസ്പിറ്റലും ഇത്രയും നല്ല കൂളായിട്ട് എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടുള്ള സിസ്റ്റേഴ്സ്, അതായത് നേഴ്സ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത് അവരെ ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് കേട്ടോ. അതാണ് ഞാൻ വീണ്ടും അവിടത്തേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഹോംലി ഫീലാണ് കേട്ടോ. അതായത് സ്വന്തം മോളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെയാണ് അവർ, അതായത് സിസ്റ്റേഴ്സ് നമ്മളോട് പെരുമാറാം. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഞാൻ വീണ്ടും അവിടത്തേക്ക് പോകുന്നത്. ഇതാണ് കേട്ടോ നമ്മളെ ഡോക്ടർ സുചിത്ര. ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനൊന്നുമില്ല. 100-ൽ 150. അത്രക്കും എനിക്ക് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് എന്ത് കാര്യം തുറന്ന് സംസാരിക്കാനും ഇങ്ങോട്ട് എന്താ പറയുക അഡ്വൈസ് തരാനും എല്ലാ കാര്യങ്ങളും കൂളായിട്ട് നമുക്ക് ഒരു ഫ്രണ്ടിനോട് പറയുന്നത് പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റിയൊരു ഡോക്ടറാണ് കേട്ടോ. എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ ഡോക്ടർ അല്ലാണ്ട് ഒരാളും പറ്റൂല കേട്ടോ. എൻ്റെ 3 ഡെലിവറിയും ഈ ഡോക്ടർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഡെലിവറി എല്ലാം കഴിഞ്ഞ് 3ാമത്തെ ദിവസം നമ്മൾ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഡിസ്ചാർജ് ആയിട്ട് പോക്കാന്ന് കേട്ടോ. ഇഷയാണെങ്കിൽ കരച്ചിൽ, ബേബിനെ മുന്നിലിരുത്തി നിന്നിട്ടൊരു കരച്ചിൽ. പിന്നെ ബേബിനെ ഞാൻ ബാക്കിൽ കൊടുത്തിട്ട് ഓളെ മുന്നിലിരുത്താന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതല്ലേ ഇപ്പോൾ രക്ഷയുള്ളൂ. ബേബിക്ക്, ചെറിയ കുട്ടിക്ക് പിന്നെ ഒന്നും മനസ്സിലാവാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ. ഇവള് പിന്നെ ഫുള്ള് ചൊറിയേനു കേട്ടോ. ഇവള് എന്താ പറയുക ഫുള്ള് ഡൗൺ ആയിപ്പോയി ഞാൻ മുന്നിലിരുത്തിയിട്ട്. അല്ലാണ്ട് വേറെ സീനൊന്നുമില്ല കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ് കുട്ടീനെ അങ്ങനെ ഒരേ മുത്തൽ ഇതെല്ലാം ആക്കിയിട്ട്. പക്ഷെ മുന്നിലിരുത്തിയത് അവൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഫ്രണ്ടിലിരുന്നിട്ട് ബേബിനെ മുന്നിലിരുത്തിയതാണ് അവൾക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ നമ്മളെ വീട്ടിലേക്ക് പോക്കാന്ന്.
എന്താ ഇനിയൊന്നുമില്ല, എല്ലാ സാധനങ്ങളും ഈ വണ്ടിയിൽ കുത്തിപ്പെറുക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം നമ്മൾ വൈകുന്നേരം ഡിസ്ചാർജ് ആവുന്നതിന് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഉമ്മ ഒരേ ചോദിച്ചുകൊണ്ടിരിക്കും ഡിസ്ചാർജ് ആയാൽ പോകാനായോ എന്ന്. ഇന്ന് ഒരു ഞായറാഴ്ചയാണ് കേട്ടോ, വെള്ളിയാഴ്ച പ്രസവിച്ച് ശനി ഞായർ ഞായറാഴ്ച ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ ഡിസ്ചാർജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജെറിക്കാണെങ്കിൽ ഒരു കല്യാണത്തിന് പോകേണ്ട ഒരു തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം വീട്ടിലാക്കിയിട്ട് പോകാനുള്ള ഒരു പ്ലാനാണ്. അതുകൊണ്ട് എല്ലാം കൂടി വാരി ഈ വണ്ടിയിൽ തന്നെ പെറുക്കി ഇട്ടിട്ടുണ്ട്. ഉപ്പയൊന്നും വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. അപ്പാടും നമ്മൾ ഇതിൽ തന്നെ കുത്തി നിറച്ചിട്ട് പോക്കാന്ന് കേട്ടോ. അങ്ങനെ മാഷാ അല്ലാഹ് നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ജെറി കുട്ടിക്ക് നമ്മളെ വീട് കാണാലോ എന്ന് പറഞ്ഞിട്ട് വീട്ടിൻ്റെ അടുത്തേക്ക് പോക്കാന്ന് കേട്ടോ, വീട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഞാൻ പറയും കുട്ടിക്ക് എന്ത് വീട് വന്നിനെന്ന് പറഞ്ഞിട്ട് എങ്ങനെ കളിയാക്കലാന്ന് കേട്ടോ. അങ്ങനെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എല്ലാം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, എല്ലാം ഇതായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുകയാണെങ്കിൽ. പിന്നെന്താ, ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഫുള്ള് റെസ്റ്റ് തന്നെ, എന്താ പറയുക, വീട്ടിൻ്റെ ഈ ഒരു റൂമിൽ തന്നെ ആയിരിക്കും നമ്മളെ ജീവിതങ്ങൾ കഴിഞ്ഞു പോകേണ്ടത്. ഇനിയിപ്പോൾ ജെറി പോകുന്നവരെ ജെറിൻ്റെ കൂടെയാണ് കേട്ടോ. അത് കഴിഞ്ഞാലാണ് ഇപ്പം എനിക്ക് സീൻ ഉണ്ടാവുക. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗ് എപ്പോഴെങ്കിലും ആയിട്ടെല്ലാം വരാം. അപ്പോൾ ബൈ.